മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ യോഹന്നാൻ അറിയിച്ചുകൊണ്ട് കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 21-ാം അധ്യായം 15-ാമത്തെ വാക്യം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 21 വേഴ്സ് 15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ ഈശോ ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, ശിമയോന്റെ പുത്രനായ ശിമയോൻ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. ഈശോനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. ഒരിക്കൽ സ്വർഗീയ പ്രകാശം ലഭിച്ച ശേഷം അതിന് വിപരീതമായി ജീവിച്ചുപോയി എന്ന മനോഭാരത്തിൽ നമ്മൾ പലപ്പോഴും അകപ്പെട്ടു പോകാറുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്ന വിധത്തിൽ ജീവിച്ച ശേഷം അപാകതകൾ പ്രവർത്തിച്ചുപോയി എന്ന് ചിന്തിക്കുന്നവരുണ്ടായി. ചിലരുമായുള്ള സ്നേഹബന്ധം തകർന്ന് ക്ഷോഭിക്കാനും വികാരാവേശത്തിൽപ്പെട്ടു പോകുവാനും ഇടയായി. സ്വന്തം പ്രവർത്തനങ്ങളെപ്പറ്റി അഭിമാനം തോന്നുന്നില്ലായിരിക്കാം. ഇത്തരം അനുഭവത്തിൽ പതിക്കുന്നവർ പുനരധിവസിക്കപ്പെടുകയില്ലേ? നാം നിരാശപ്പെടരുത്. ഏതു കുഴിയിൽ നിന്നും നമ്മളെ കരകയറ്റുവാൻ കർത്താവായ ഈശോ മിശിഹായ്ക്ക് കഴിവുണ്ട മനസ്സുണ്ട്. ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസ് നിരാശനായി പഴയ തൊഴിലായ മീൻപിടുത്തത്തിന് മടങ്ങിപ്പോയി. ദൈവരാജ്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ജോലിക്ക് താൻ അർഹനല്ലെന്ന് പത്രോസ് സ്വയം നിശ്ചയിച്ചു. ഈശോ പത്രോസിനെ അന്വേഷിച്ച് കടൽക്കരയിലെത്തി. പത്രോസിനെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും വിശ്വാസികളായ ആടുകളെ പരിപാലിക്കുന്ന ചുമതലയിൽ അവരോധിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെപ്പറ്റി ചിന്തിച്ച് നമ്മൾ നിരാശരാകരുത്. ദൈവകരങ്ങൾ വീണ്ടും പുതുക്കി ഏൽപ്പിക്കണം. ബലഹീനതയിൽ വീണ് പിന്മാറിയ പത്രോസിനെ പഴയതുപോലെ ആക്കി കുഞ്ഞാടുകളെ മേയ്ക്കുവാൻ ചുമതലപ്പെടുത്തിയ കർത്താവ് നമ്മുടെ തെറ്റുകളെയും ക്ഷമിച്ച് യഥാസ്ഥാനപ്പെടുത്തും. നല്ലൊരു കുമ്പസാരം നടത്തി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരും. നാം കുമ്പസാരിക്കുന്നത് വൈദികനോടല്ല, ഈശോയോട് തന്നെയാണ്. ആ ബോധ്യത്തോടെ വിശ്വാസത്തിൽ നിറയുമ്പോൾ ദൈവസ്നേഹം കടന്നുചെല്ലാത്ത ഒരു കുഴിയുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആഴമായ ദൈവസ്നേഹം ആസ്വദിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ വീണുകിടക്കുന്ന തിന്മയിൽ നിന്നും തിരിച്ചു കയറി ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. അതിന് ഹൃദയത്തിലൊരു തീരുമാനമെടുക്കുവാൻ എനിക്ക് കഴിയണം എന്നാണ് ഇന്നത്തെ വചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.